ഡൗട്ട്നട്ട് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഡൗട്ട്നട്ടിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സംശയങ്ങൾ മലയാളത്തിൽ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, ക്രോപ്പ് ചെയ്യുക, തലക്ഷണ വീഡിയോ പരിഹാരം നേടുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ ഡൗട്ട്നട്ട് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Question is, show that elevation in boiling point is a colligative property, depression in freezing point is a colligative property, and osmotic pressure is a colligative property. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, അതുപോലെ തന്നെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ, ഇവയെല്ലാം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് എന്ന് നമ്മളോട് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. Colligative property is a property of a solution that is dependent on the ratio between the total number of solute particle to the total number of solvent particles. അപ്പൊ ഇവിടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സൊല്യൂഷന്റെ പ്രോപ്പർട്ടിയാണ്, ഒരു സൊല്യൂഷന്റെ പ്രോപ്പർട്ടിയാണ്. അത് മെയിൻ ആയിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെയും അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് സോൾവെന്റ് പാർട്ടിക്കിൾസിന്റെയും ആ ഒരു റേഷ്യോനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം തന്നെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിന്റെ കേസ് നോക്കാം. അവിടെ ഈ പറയുന്ന പോലെ നമ്പർ ഓഫ് സോൾവെന്റ് പാർട്ടിക്കിൾസിനെയും സൊല്യൂട്ട് പാർട്ടിക്കിളിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അപ്പം എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് നമുക്ക് ആദ്യം നോക്കാം. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പം അതെന്താണ്? The difference between boiling point of the solution and boiling point of pure solvent. അതിനെയാണ് നമ്മൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇതിന്റെ ഇക്വേഷൻ നമുക്കൊന്ന് നോക്കാം. അതെങ്ങനെയാണ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു kb into m2 divided by m2 into m1. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു എന്താണ്? മൊളാലിറ്റി അല്ലെ? അതായത് ഇവിടെ ഈ കെ ബി എന്ന് പറയുന്നത് എന്താണ്? കെ ബി എന്ന് പറയുന്നത് മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ M2 എന്ന് പറയുന്നത് എന്തായിരിക്കും? M2 എന്ന് പറയുന്നത് മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാമും M1 എന്ന് പറയുന്നത് മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാമും ആണ്. ഇനി ഈ M2 എന്ന് പറയുന്നത് അത് മോളാർ മാസ് ആണ്, സൊല്യൂട്ടിന്റെ മോളാർ മാസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് ഈ പറയുന്ന എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, എലിവേഷൻ in boiling point is directly related to concentration of എന്താണ്? സോൾവെന്റ് അല്ലെങ്കിൽ സൊല്യൂഷന്റെ കോൺസെൻട്രേഷനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പറയാൻ പറ്റും. ഇനി അടുത്തത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ്. സെക്കൻഡ് വൺ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ പ്യുവർ സോൾവെന്റ് and
its solution is called depression in freezing point. ഇതിന്റെ ഇക്വേഷൻ നോക്കാം. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? 1000 ഇൻറ്റു കെ എഫ് ഇൻറ്റു എം ടു ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം ടു ഇൻറ്റു എം വൺ. ഇവിടെ ഇത് മോളാർ എന്താണ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് ആണ്. ഇതെന്താണ്? എം ടു എന്ന് പറയുന്നത് മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം. എം വൺ എന്ന് പറയുമ്പോൾ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. എം ടു എന്ന് പറയുന്നത് എന്താണ്? മോളാർ മാസ് ആണ്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഈസ് directly related to എന്താണ്? മൊളാലിറ്റി. മൊളാലിറ്റിയോട് ഡയറക്ട്ലി റിലേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. മൊളാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ കോൺസെൻട്രേഷനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ പറയുന്ന ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഒരു കൊളിഗേറ്റീവ് ആണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുമ്പോൾ അതെന്താണ്? അതായത് ഒരു സെമി പെർമിയബിൾ മെമ്പറൈനിൽ കൂടി സോൾവെന്റ് മോളിക്യൂൾസിന്റെ ഫ്ലോ ഉണ്ടാകുമ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സ്ട്രാ പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആ പ്രഷർ? അതായത് ദ പ്രഷർ ദാറ്റ് just stop the flow of solvent is osmotic pressure. അതായത് സെമി പെർമിയബിൾ മെമ്പറിനകത്തൂടിയുള്ള സോൾവെന്റ് മോളിക്യൂൾസിന്റെ ആ ഫ്ലോയിനെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇക്വേഷൻ തന്നെ അതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും പൈ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. മൊളാരിറ്റിയോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. മൊളാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പൈ ഈസ് ഈക്വൽ ടു സി ആർ ടി. ഇവിടെ സി എന്ന് പറയുന്നത് N2 ബൈ വി എന്ന് നമുക്ക് എടുക്കാം. N2 എന്ന് പറയുന്നത് എന്താണ്? M2 ബൈ M2. അതായത് ഇത് മാസ് ഓഫ് സൊല്യൂട്ട്, M2 എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓസ്മോട്ടിക് പ്രഷറും എന്താണ് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു.